FFA വിത്ത് അസ്വറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 42 ഡേ 41 ലാലേട്ടൻ വരുന്ന ദിവസമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ ഓൾറെഡി എല്ലാവരും കണ്ട് വളരെ നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനും അത് കണ്ടു. വളരെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു തിരിച്ചു വരവ് എന്തായാലും ഉണ്ടാവും. ആ വീട്, അതായത് ബിഗ് ബോസ് ഹൗസ്, ജബ്രികൾ ഈ വൈൽഡ് കാർഡ് എൻട്രി വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അവിടെ എന്താണ് നടന്നുകൊണ്ടിരുന്നത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്, നാട്ടുകാർ മൊത്തവും എതിർത്തുകൊണ്ടിരുന്നത്. നമുക്ക് പുറത്തുള്ള ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഇന്നലെ എനിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഒരു വലിയ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം പൂട്ടണം, ബിഗ് ബോസ് അടച്ച് പൂട്ടണം, എന്നിട്ട് ആ ജാസ്മിയെ ആരെ കെട്ടിക്കൊണ്ട് പോകുമെന്നുള്ള തരത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ PR വർക്ക് നന്നായിട്ട് നടക്കുന്നുണ്ട്. PR വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇനിയിപ്പം ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടി ചിലപ്പോൾ സിബിന് കുറേ വോട്ട് കിട്ടാം, കുറേ സിബിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ വരട്ടെ. അദ്ദേഹം തന്നെയാണ് ഗെയിം ചേഞ്ചർ. അതുപോലെ തന്നെ അദ്ദേഹം തന്നെയാണ് ആ വീട്ടിൽ എന്തെങ്കിലും മാറ്റമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ചേ പറ്റും. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അല്ലാതെ ജബ്രികൾ നമുക്ക് ആ പ്രോഗ്രാം കാണാത്ത, അതായത് നാട്ടിലെ കുട്ടികളെ വഴിപിഴപ്പിക്കുന്ന തരത്തിലുള്ള പോക്ക് തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഗെയിമാണ്, ബിഗ് ബോസ് ഇട്ട് ഗെയിം കളിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ വന്ന് ഇളക്കുക, ഇതാണ് മെയിനായിട്ടുള്ള പരിപാടി. മെലോ ഡ്രാമ. പിന്നെ വന്നിട്ട് ജാസ്മിൻ്റെ അടുത്ത് ചോദിച്ച് മെലോ ഡ്രാമയ്ക്ക് ആർക്കിടെ ഫസ്റ്റ് കിട്ടേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് ജാസ്മിൻ എണീറ്റങ്ങ് പറയണം, നമുക്കതിൽ വലിയ ഇതൊന്നുമില്ല, നമുക്കത് അല്ലാതെ കിട്ടേണ്ടിയിരുന്നത് ടീം 10 തന്നെയാണ് കിട്ടേണ്ടിയിരുന്നത്, നമുക്കത് തന്നു പോയി. പിന്നെ അതിൻ്റെ എന്താണ് ശരിക്കും പറഞ്ഞാൽ സിബിനെ ഫോക്കസ് ചെയ്താണ് ഇന്നുള്ളത്. ഇന്ന് സിബിനിട്ടുള്ള തട്ടാണ് ഈ എപ്പിസോഡ് മൊത്തം തന്നെ, A to Z കാര്യങ്ങൾ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിബിൻ പറഞ്ഞത് എന്താണ് അധികാരത്തിൽ നിന്നുകൊണ്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ചെയ്യേണ്ടത് തന്നെയാണ്, അതിലൊന്നും പ്രശ്നമില്ല. ഗെയിമിൻ്റെ ഭാഗമായിട്ട് അല്ലാത്തപ്പോഴും മാന്യമായിട്ടാണ് എല്ലാവരുടെ അടുത്തും പെരുമാറുന്നത്. അങ്ങനെ എന്തായാലും ഇളക്കി എന്തായാലും ലാലേട്ടൻ വെച്ചിട്ടുണ്ട്. അത് ബിഗ് ബോസിൻ്റെ ഗെയിം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇതെന്തായാലും സിബിന് ദോഷമായിട്ട് ഭവിക്കില്ല, ഗുണമായിട്ടേ ഭവിക്കൂ. ഇപ്പോൾ ഈ ജാസ്മിൻ്റെ PR വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജാസ്മിൻ എന്നുള്ള പേരൊക്കെ നോക്കി ഓരോരുത്തർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ പ്രോഗ്രാം പോലും കാണാതെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെറുതെയാണത്, അങ്ങനെയൊന്നും ചെയ്യരുത്. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അറിയില്ല. ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയും കുറച്ച് മുമ്പത്തെ എപ്പിസോഡൊക്കെ എടുത്തിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അത് മനസ്സിലാവും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കഥ, വേറൊരു തരത്തിലാണ് കഥ. അപ്പോൾ അതുകൊണ്ട് പേര് നോക്കി ഒരിക്കലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്, പ്രവൃത്തി നോക്കി സപ്പോർട്ട് ചെയ്യുക, അതാണ് എപ്പോഴും ഫെയർ. അപ്പോൾ അതിന് നിങ്ങൾ വിലയിരുത്തുക, അത്രയും എനിക്ക് പറയാം. എൻ്റെ പേഴ്സണലി പറഞ്ഞതാണ്. ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ല, നിങ്ങൾ അത് അവിടെ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രശ്മിൻ്റെ ചോദ്യം കുറുക്കി കൊണ്ടുവന്ന് തന്നെ വിചാരിക്കാം. മുമ്പ് ഏതോ എപ്പിസോഡിൽ 24/7 ലാലേട്ടൻ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യും പോലെയാണ് തോന്നുന്നത്. അത് എന്ന് പറഞ്ഞാൽ മൂപ്പരെല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് അറിയിക്കത്തക്ക രീതിയിൽ അതിങ്ങനെ അതിങ്ങനെ എന്നുള്ള രീതിയിൽ മൂപ്പരിതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാണണമല്ലോ. പിന്നെ ചിലപ്പം ഒരു ഡൗട്ടായിട്ട് പറയാമെന്നുള്ളതേ ഉള്ളൂ. മൂപ്പരത് കാണുന്ന വീഡിയോസൊക്കെ ഇടയ്ക്ക് വെച്ച് പ്രൊമോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്യുന്നതാണ്. മൂപ്പരത് കാണാറുണ്ട്, A to Z കാര്യങ്ങൾ കാണാറുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ഓൺ എയറാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരടുത്തല്ല, എനിക്ക് തോന്നുന്നു ഗബ്രിയെടുത്ത് ചോദിച്ചു, ഈ ഷോ വലിയ ക്വാളിറ്റി ഇല്ല എന്നുണ്ടോ അർജുനെ അത് പറഞ്ഞേ. പിന്നെ അത് ഗബ്രിയെടുത്ത് ചോദിച്ചു, ക്വാളിറ്റി എന്താണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഇതൊരു ഭയങ്കര ക്വാളിറ്റി വേണ്ട ഷോയാണ്, അതുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്ത കുറേ ആൾക്കാരെ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ട്.
ഇതിപ്പോൾ ക്വാളിറ്റിയുള്ള ഷോ ആണോ ഇല്ലയെന്നുള്ളത് പിന്നെന്താണ് മുമ്പും ലാലേട്ടൻ തന്നെ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പ്രേക്ഷകർ കാണുന്ന, കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ്, നമുക്കൊരു ക്വാളിറ്റി നിലവാരമുണ്ട്, അത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സിബിൻ മുമ്പ് എങ്ങോ പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം പറഞ്ഞപ്പോൾ പിന്നെ അതിനെ എടുത്തിട്ടാണ് കൗണ്ടർ ചെയ്തിട്ടാണ് മൂപ്പരെന്ത് ചെയ്ത് അവിടെ കൊണ്ടുവന്നിട്ടിട്ട് മറ്റേ ജസ്റ്റർ എടുത്തിട്ട് നിങ്ങൾ ഇന്നലെ കാണിച്ച ആംഗ്യം ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ളത് ചോദിച്ച് അവിടെ നിന്ന് അങ്ങനെ അങ്ങ് തുടങ്ങി. അപ്പം നിങ്ങളത് കാണിച്ച് ശരിയാണോ? പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ ആംഗ്യം എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു എപ്പിസോഡിലും എന്താണ് ആംഗ്യമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യങ്ങളും കാണിച്ചിട്ടില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് വ്യക്തമാക്കണമായിരുന്നു. അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ജനങ്ങൾ പറഞ്ഞെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്ക് അറിയണ്ടേ ഇതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ഒരു നീതികേടായിട്ട് എനിക്ക് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയാൻ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കാണിക്കുക, പുറത്ത് കാണിക്കുക, എന്താണ് മൂപ്പര് കാണിച്ചത്. അപ്പോൾ സിബിൻ പറയുന്നത് പറഞ്ഞാൽ ഇങ്ങനെ അടിക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനത്തെ ഇതാണെങ്കിൽ നമുക്കറിയില്ല അങ്ങനെ ജസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. അതേസമയം മിഡിൽ ഫിംഗർ ആണെങ്കിൽ ഇത് ശരിയാണ്, തെറ്റാണ്, ഓക്കെ. പക്ഷേ അതിനേക്കാളൊക്കെ മോശമായ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. എന്തെല്ലാം വളരെ അസഭ്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ എന്തായാലും നൈറ്റ് പിന്നെ തമാശ ആയിക്കോട്ടെ, ഈ സംഭവങ്ങളൊക്കെ തമാശ ആയിക്കോട്ടെ, ജാസ്മിൻ പറഞ്ഞ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ജിൻഡോയെ എന്ത് ചെയ്തിട്ടുള്ളത്, കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ചോദിക്കണം, ഇതൊക്കെ എല്ലാവർക്കും. എന്നിട്ട് മോഹൻലാലിൻ്റെ ഒരു വെള്ളപൂശൽ ഡയലോഗ് എന്താണ്, നിങ്ങളെല്ലാവരും എനിക്കൊരുപോലെയാണ്, എനിക്കങ്ങനെ വേർതിരിവുകളില്ല, എനിക്ക് എന്താണ് എല്ലാവരും അതൊക്കെ വെറുതെയാണ്. അതങ്ങനെ അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഒഴിയുകയല്ല നമ്മൾ കാര്യങ്ങൾ. അത് നീതി ഒരു 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 സ്ഥലത്തൊരു നീതി എന്ന് പറയുന്ന സംഭവമാണ്. നമ്മൾ അതങ്ങനെ തന്നെ ചോദിച്ചു പോകണം. ഒരു കാര്യം നമ്മൾ ചോദിക്കുക, എല്ലാവർക്കും ഒരുപോലെ തന്നെ ചോദിക്കുക. ആരിൽ നിന്ന് വന്നാലും ഒരു പക്ഷാഭേദം വേണ്ട, ചോദിക്കുക, അതാണല്ലോ വേണ്ടത്. എന്തായാലും കൊള്ളാം, അതങ്ങനെ അവസാനിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ ശിക്ഷ എന്നുള്ള അർത്ഥത്തിൽ പിന്നെ മൂപ്പർക്ക് ഡയറക്റ്റ് നോമിനേഷൻ കൊടുത്തു. ഡയറക്റ്റ് നോമിനേഷൻ ഉള്ളത് കൊണ്ട് പവർ റൂമിൽ നിന്നും അദ്ദേഹത്തിനെ ഇറക്കി. സാധാരണ എന്താണ് അടുത്ത നെക്സ്റ്റ് ഡേ ആണ് പവർ റൂമിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത്. മൂപ്പരെ സ്പോട്ടിൽ തന്നെ ഇറക്കി. അത് അദ്ദേഹത്തിന് മാനസികമായിട്ട് വളരെ തളർത്തിയിട്ടുണ്ട്. കണ്ണിൽ നിന്ന് കണ്ണീര് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഒരാളെ അഭിമാനം നഷ്ടപ്പെടുമ്പോഴാണല്ലോ അത് വലിയൊരു അധികാരത്തിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ വിഷമം ഉണ്ടാവും. പക്ഷേ ഇതൊരു നല്ലൊരു ഉയർച്ചയ്ക്കാവട്ടെ. അപ്പം ഇനി നമ്മൾ ജനങ്ങളാണ് തീരുമാനിക്കുക. അദ്ദേഹം ഇനി നോമിനേഷനിൽ വരുന്നുണ്ട്. നോമിനേഷനിൽ വരുമ്പോൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കാം. പക്ഷേ എപ്പോഴും ഗെയിം പ്ലാൻ ചെയ്യാനായാലും അതിങ്ങനെ ഇതുവരെ ഒരു അസഭ്യമാക്കൊന്നും വന്നിട്ടില്ല. അത് വേറെ സത്യം. പിന്നെ കലിപ്പിൻ്റെ ഇടയിൽ ഇതൊരു വലിയ പ്രശ്നമാവില്ല. മുമ്പ് ഏതെങ്കിലും എപ്പിസോഡ് കണ്ടിട്ടൊക്കെ വന്നിട്ട് ആ ചേഷ്ട കണ്ടിട്ട് ഇത് മൈൻഡ് ചെയ്യാതെയും ശ്രദ്ധിക്കാതെയും വിട്ട് ഇതൊരവസരമാക്കി എടുത്ത് ഒരു ഇഷ്യൂ ആക്കി എടുത്തതായിരിക്കാം. എന്തായാലും മൂപ്പരെ കയ്യിൽ നിന്ന് പോയി. പിന്നെ മെൻ്റലി തകർന്ന് നിൽക്കുന്ന ഒരാൾക്ക് പിന്നെ ചെയ്യുന്നതെല്ലാം ഒരു യാന്ത്രികമാവെന്ന് എന്ന് പറഞ്ഞ പോലെ അല്പം ഒന്ന് കരഞ്ഞു, പിന്നെ അങ്ങനെയൊക്കെ പോയി. എന്നിട്ട് എന്ത് ചെയ്ത് പിന്നെ എവിക്ഷൻ പ്രക്രിയയാണ് വന്നത്. എവിക്ഷനിൽ നമ്മളെ ജാൻമണി ഔട്ടായി. ജാൻമണിയുടെ കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസഹിക്കും. അതങ്ങനെയൊക്കെ പോയി. അത് നിങ്ങൾ കണ്ടുപോയിക്കാൻ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സംഭവം നമ്മൾ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ നാളെ ആരോ എഫക്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളത്തെ ഇപ്പോൾ പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയിൽ ജാസ്മിയുടെ പിന്നെ ഹൈജീനിൻ്റെ ഇഷ്യൂ പറയുന്നുണ്ട്. അതാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ ആയിട്ട് കണ്ടിട്ടുള്ളത്. നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത്. എന്തായാലും നമുക്ക് പിന്നെ മറന്നുകൂടാത്തൊരു സംഭവമാണ്, സിബിനാണ് ഈ വീടിനെ വീടാക്കിയിട്ടുള്ളത്. അപ്പം പുതിയ വിശേഷങ്ങളുമായിട്ട്, ബിഗ് ബോസിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിലുണ്ടാവുക.